ഹായ് ഫ്രണ്ട്സ്, ഹോട്ട്വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മാച്ച് ബോക്സിൻ്റെ 2 വണ്ടികളാണ്. ഇത് ജുറാസിക് വേൾഡ് മൂവിയിലുണ്ടായിരുന്ന വണ്ടിയാണിത്. 2014 മെഴ്സഡീസ് ബെൻസ് G550. ഇത് ജി വാഗൺ എന്ന് പറയുന്ന വണ്ടിയാണിത്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. ഇതുവരെ അൺബോക്സ് ചെയ്തില്ല. ഏതായാലും അൺബോക്സ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. തുറന്നു നോക്കാം. നല്ല ഡീറ്റെയിൽ ഉണ്ട്, നല്ല രസമുണ്ട്. ഈ ഫ്രണ്ടിലെ ഈ ഗാർഡൊക്കെ ഓക്കെ. നമുക്കപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കാം. മെഴ്സഡീസ് ബെൻസ് ജി വാഗൺ 550. ഫ്രണ്ടിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്. ഏതായാലും ആ ബ്ലാക്ക് കളറിലെ ഗാർഡ് പോലെ വെച്ചേക്കണത് എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വീൽസും നല്ല ഓഫ് റോഡ് വീൽസാണ്. ബാക്കിൽ സ്റ്റെപ്പിന് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഡീറ്റെയിൽ ആണ്. അതുപോലെ തന്നെ വൈപ്പറും ഒക്കെ കാണാം. ഓക്കെ, കളറും വലിയ കുഴപ്പമില്ല, നല്ലൊരു സിൽവർ കളറാണ്. പക്ഷെ ജുറാസിക് പാർക്ക് 1-നകത്തൊരു ഫോർഡ് എക്സ്പ്ലോറർ ഉണ്ട്, മഞ്ഞയും പച്ചയും കളറൊക്കെ ആയിട്ട്. അത് നല്ല രസമാണ് ആ വണ്ടി. അതിൻ്റെ കാസ്റ്റിംഗ് കിട്ടുവാണെങ്കിൽ ഞാൻ മേടിക്കും. ഓക്കെ, അടുത്തതായി ജുറാസിക് വേൾഡിലെ ആർമേർഡ് ആക്ഷൻ ട്രക്കാണ്. ഇതിനെല്ലാം 150 റുപ്പീസാണ്. അപ്പോൾ ഹോട്ടൽസിനേക്കാളും 30 രൂപ കൂടുതലാണ്. ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവനെ തുറന്നു നോക്കാം. ഓ, നല്ല വലിയ വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ, സൂപ്പറാണ്. ഓ, ഇവിടെ അടിപൊളിയാണ്. ഇവിടെ എന്താ ഇങ്ങനത്തെ ഒരു സ്പേസ്, ഇവിടെ എന്താണെന്ന് അറിയില്ല. ഓക്കെ, 6 വീലുണ്ട്. 6 വീലുള്ള എൻ്റെ വേറെ ഈ വണ്ടിയാണ് പിന്നെ ഉള്ളത്. 6 വീലുള്ളത് ലെഡ് സെപ്ലിൻ സീരീസിലെ ട്രക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ സ്റ്റേജിൽ വെച്ച് വെക്കാം. സ്റ്റേജിൽ വെച്ച് അടിപൊളിയായിരിക്കും ഇത്. ജുറാസിക് വേൾഡ് ആർമേർഡ് ട്രക്ക്. ഇത് ശരിക്കും ഒരു മിലിറ്ററി വണ്ടി തന്നെയാണ്. ഫ്രണ്ടിൽ വലിയൊരു ഗാർഡ് റെയിൽസ് ഒക്കെ പോലെ വെച്ചിട്ടുണ്ട്, നമ്മൾ മെഴ്സഡീസിൽ കണ്ട പോലെ. വീൽസും നല്ല വലിയ വീൽസാണ്, നല്ല പാറ്റേൺ ഒക്കെയാണ് വീൽസിൽ. ബാക്കിൽ സ്റ്റെപ്പൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണം ആൾക്കാർക്ക് കയറി ഒളിച്ചിരിക്കാനുള്ള സെറ്റപ്പാണെന്നാണ് ബാക്കിൽ. നല്ല രസമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വിൻഷീൽഡിൻ്റെ അവിടെ ഒരു മെഷ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, അതും നല്ലൊരു ഡീറ്റെയിൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോട്ട്വീൽസിൻ്റെ ഒരു പ്രീമിയം കാർഡാണ്. ഇപ്പോൾ ജപ്പാൻ ഹിസ്റ്ററിക്സ് സീരീസിലെയാണ്. നിസാൻ സ്കൈലൈൻ RS KDR30. ഇതിനു മുമ്പ് ഡാറ്റ്സൻ്റെ ഈ ട്രക്കും നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. ഈ വണ്ടിയും ഈ സെയിം സീരീസിലെയാണ്. ഓക്കെ, നമുക്ക് സ്കൈലൈൻ, പിന്നെ എൻ്റെ കയ്യിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ സ്കൈലൈൻ ഉണ്ട്. സ്കൈലൈൻ R34 ആണ്. ഇതെനിക്ക് വേണം R30 ആണിത്. ഓക്കെ, നമുക്കപ്പോൾ ഏതായാലും ഇവനെ അൺബോക്സ് ചെയ്യാം. നല്ല ഷേപ്പാണ്. ബാക്കിൽ നിന്ന് കാണാനും നല്ല ക്ലാസിക് ലുക്കാണ്. ചെറിയൊരു സ്പോയിലറുണ്ട്. സൺറൂഫൊന്നുമില്ല. ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. വീൽസും റബ്ബർ വീൽസാണ്. മെറ്റൽ ബേസും മെറ്റൽ ബോഡിയുമാണ്. പ്രീമിയം കാർഡായത് കാരണം നല്ല രസമുണ്ട്. തുറന്നപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം.
82 നിസാൻ സ്കൈലൈൻ R30. എൻ്റെ കയ്യിലിപ്പോൾ മൊത്തം 2 സ്കൈലൈൻ ഉണ്ട്. ഇനിയും സ്കൈലൈൻ കണ്ടാൽ ഞാൻ മേടിക്കും. ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ റെഡും ബ്ലാക്കും യെല്ലോ ഒക്കെ ആയിട്ട്. പക്ഷേ ഈ അലോയ് വീൽസിൻ്റെ ഡിസൈൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് പ്ലെയിൻ ആയിപ്പോയി. ഓക്കെ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആവറേജ് ആണ്. എന്തായാലും ഗ്രില്ലിലൊക്കെ ഒരു അത്യാവശ്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റിലൊക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. ലെഡ് സെപ്ലിൻ സീരീസിലെ വണ്ടിയാണ്. ഹോളിംഗ് ഗ്യാസ് എന്നാണ് എൻ്റെ പേര്. ഇതിനു മുമ്പ് നമ്മൾ ഈ ട്രക്ക് കണ്ടായിരുന്നു. ഇതും ലെഡ് സെപ്ലിൻ സീരീസിലെയാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ വണ്ടി എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നെന്ന്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം പോത്തീസ് പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങോട്ട് മേടിച്ചു. പിന്നെ 400 രൂപയാണ്. പക്ഷെ ഞാനിത് അൺബോക്സ് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി ഈ വണ്ടി അൺബോക്സ് ചെയ്തല്ലോ. അപ്പോൾ ഇത് കളക്ഷനിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ വണ്ടിനെ കുറിച്ചാണെങ്കിൽ ഇത് വോക്സ് വാഗൻ്റെ ഒരു ട്രക്കാന്ന് തോന്നുന്നു. നല്ലൊരു ഫങ്കി ലുക്കാണ്. എനിക്കതിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് റബ്ബർ വീൽസാണ്. വീൽസിൻ്റെ പാറ്റേൺ ഒക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ഹോട്ട്വീൽസ് ഭ്രാന്തൻ എന്നാണ് പേജിൻ്റെ പേര്. അതും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.